സുഹൃത്തുക്കളെ ഞങ്ങൾ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തുന്നില്ല. കാര്യം ബോധ്യപ്പെട്ടവരൊക്കെ വിശുദ്ധമായ മതം എവിടെയാണെന്ന് കണ്ടെത്തി തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഇനിയും തിരിച്ചു വരാൻ പോവുക തന്നെയാണ്. അതേ സമയത്ത് മർക്കടമുഷ്ടിയുള്ള ആളുകളുണ്ട്. കാര്യം ബോധ്യപ്പെട്ടാലും തിരിച്ചു വരാൻ സാധിക്കാത്തവരുണ്ട്. അവർ ഏതോ ചില സാമ്പത്തികമായ ചില ഭൗതികമായ വിഷയവുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ അവർക്ക് ആദർശത്തെ പുൽകാൻ സാധിച്ചിട്ടില്ല. അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവരുടെ കപടമുഖം ഞങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടതല്ല. ഞങ്ങളൊക്കെ ഇവരെ കുറിച്ച് നല്ലവരെന്ന് ധരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും ശൈഖുന എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ആത്മീയമായ ഉന്നതി പ്രാപിച്ച വലിയൊരു മഹാനാണെന്ന് ധരിച്ചതിൻ്റെ പേരിലായിരുന്നെങ്കിൽ വളരെ കാലം കൂടുതൽ അവരെ കൂടെ തന്നെ നടന്നപ്പോൾ അവരുടെ സാമീപ്യം കൂടുതലായി അനുഭവിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട വസ്തുത അള്ളാഹുവിൻ്റെ ദീനിന്റെ നേതൃത്വം എന്നല്ല, അള്ളാഹുവിൻ്റെ ദീനിന്റെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്തതും അവകാശമില്ലാത്തവരുമാണെന്ന് ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങൾ പൂർണ്ണമായി ഇവിടെ അവതരിപ്പിക്കുകയല്ല. എന്നാലും മാന്യ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നിഷ്പക്ഷമതികളാകുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഭാഷകന്മാർ വല്ലതും പ്രസംഗിക്കുമ്പോൾ വിഘടിത വിഭാഗം വന്ന് വല്ല മറുപടിയും പറയുമ്പോൾ നിഷ്പക്ഷമതികളാകുന്ന ആളുകൾ വിലയിരുത്താറുള്ളത് രണ്ട് വിഭാഗവും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണല്ലോ, രണ്ട് വിഭാഗവും പണ്ഡിതന്മാരാണല്ലോ, രണ്ട് വിഭാഗവും ഉസ്താദുമാരാണല്ലോ, നമുക്ക് ആരെയും വിമർശിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ധാരണ തിരുത്താനായിട്ടുണ്ട്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിലെ മുജാഹിദും അതുപോലെ തബ്ലീഗ് ജമാഅത്ത് എന്നല്ല ബിദ്അഈ കക്ഷികളായി ആരൊക്കെയാണോ കേരളത്തിൽ വന്നിട്ടുള്ളത് അവരെക്കാൾ ബിദ്അത്ത് പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരിൽ പരസ്യമായി കുരിശുദ്ധം പ്രഖ്യാപിച്ച സാക്ഷാൽ കാന്തപുരം വിഭാഗമാണ് എന്ന് സഖാഫികൾ പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ മുഴുവനും തകർക്കണമെന്ന ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടായിരുന്നു. ഔലിയാഇന്റെ പേരിൽ ഉറൂസ് നടത്തേണ്ടതില്ല, ഔലിയാഇനെ സ്മരിക്കേണ്ടതില്ല, അംബിയാഇനെ ആദരിക്കേണ്ടതില്ല, നബിദിനം ആഘോഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ദിക്ർ ഹൽഖകളെയും ത്വരീഖത്തുകളെയും ആത്മീയതയെയും മുഴുവനും നശിപ്പിക്കണമെന്ന ചിന്ത ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, മുജാഹിദിനുണ്ടായിട്ടുണ്ട്, തബ്ലീഗിനുണ്ടായിട്ടുണ്ട്, വ്യാജ ത്വരീഖത്തുകൾക്കുണ്ടായിട്ടുണ്ട്, പല ബിദ്അഈ കക്ഷികൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കൊണ്ട് അവരുടെ വികലമായ ആദർശം അംഗീകരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എങ്കിൽ സമസ്തയുടെ പേര് സ്വീകരിച്ചുകൊണ്ട്, സമസ്തയുടെ പതാക ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സമസ്തയുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് ചില കള്ളന്മാർ ഈ ദീന്റെ പേരിൽ പ്രവർത്തിച്ചപ്പോൾ ജമാഅത്തുകാരന്റെ ഇവിടുത്തെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തു പോകുന്നത് 1988 ശേഷം സമസ്തയോട് കുരിശ് യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വന്ന ഈ വിഭാഗത്തിന്റെ ഏത് വേദിയിലേക്ക് നോക്കിയാലും ധാരാളം ഔലിയാഇനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വലിയുല്ലാഹി എന്ന് ചില ആളുകളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇവര് വലിയുല്ലാഹി 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 എന്ന് പറഞ്ഞ് സ്റ്റേജിന്റെ മുൻഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഈ ആളുകളൊക്കെ അവർക്ക് വിലായത്തുണ്ടോ ഇല്ലേ, വിലായത്തിനെ കുറിച്ച് അളക്കാനല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേ സമയത്ത് ഔലിയാഇന്റെ പേര് പറഞ്ഞ് സാധുക്കളാകുന്ന മുഅ്മിനീങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഇവരൊക്കെ അല്ലാഹുവിന്റെ മഹാരഥന്മാരാകുന്ന ഔലിയാണെന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ ആകൃഷ്ടരാക്കിയപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിപ്പോയി ഇവരൊക്കെ ഔലിയാഇന്റെ പാതയിലാണ് എന്ന്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങള് മഹല്ല് കമ്മിറ്റിയെ ധിക്കരിച്ചുകൊണ്ട്, ഉസ്താദിനെ ധിക്കരിച്ചുകൊണ്ട്, സമുദായത്തെ ധിക്കരിച്ചുകൊണ്ട്, വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് വിഘടിത പ്രവർത്തനം ആരംഭിക്കാനുള്ള കാരണം ഈ ഔലിയാഇനെ കണ്ടതിന്റെ പേരിൽ തന്നെയായിരുന്നു. ഈ വിലായത്ത് പറയപ്പെടുന്ന ആളുകളെ പേര് കേൾക്കുമ്പോൾ ആവേശം ആത്മീയമായി ലഭിച്ചപ്പോൾ ഇവരൊക്കെ വിഘടിത പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ, നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ, ദർസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ? ഇവിടെ സമുദായത്തിൽ കുഴപ്പമാണ് ഈ മുതഅല്ലിമീങ്ങളും ഈ മുഅല്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെ പുറത്താക്കിയിട്ടുണ്ട്.
ഇത് പുറത്താക്കിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടവര്, ദർസ് നഷ്ടപ്പെട്ടവര്, വീട്ടിലേക്ക് കയറാൻ പ്രയാസപ്പെട്ട SSFന്റെ പ്രവർത്തകന്മാര് വേദനയോടെ കാന്തപുരത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ചെല്ലുകയാണ്. കാന്തപുരം അവരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട SSFകാരെ, നിങ്ങൾ വേദനിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. മഹാന്മാരാകുന്ന ഔലിയ ആണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. ശൈഖുന 1996 മുമ്പ് ലോകത്ത് വെച്ച പ്രഖ്യാപനവും ബോധ്യപ്പെടാൻ അല്പം എങ്കിൽ 2002 പ്രവേശിച്ചപ്പോഴേക്ക് കാന്തപുരം മുഴുവൻ ഔലിയായിനെയും പിടിച്ച് പിന്നോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇത് ബോധ്യപ്പെടില്ലേ നമുക്ക്? ലോകത്ത് ഏതെങ്കിലും ഒരു വലിയനെ ഇന്ന് കാന്തപുരം അംഗീകരിക്കുന്നുണ്ടോ? കാന്തപുരം വിഭാഗം അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ ഒരു മുഫ്തിയെ കുറിച്ച്, അവനെ കുറിച്ച് ഇന്നു മുതൽ നിങ്ങൾ പറയേണ്ട പേര് ശൈത്വാൻ, പൊന്മളക്കാരൻ ശൈത്വാന്. ഇൻഷാ അല്ലാഹ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മലപ്പുറത്തിന്റെയും കോട്ടക്കലിന്റെയും ഇടയിലേക്ക് പ്രവേശിക്കാൻ അവിടെ പൊന്മളക്കാരനുണ്ട്. ഇനി ഇബ്ലീസിന്റെ ആവശ്യം ഇവിടെയല്ല. ആ ശൈത്വാനാണ് ലോകത്ത് ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്നത്. മഹാനാകുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ആയത്തുൽ കുർസി എന്ന് പറയുന്ന മഹാരഥന്മാരൊക്കെ പഠിപ്പിച്ച ഒരു ദിക്ർ, ഒരു വിശുദ്ധമായ ഖുർആന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന് കരുതിയിട്ട് ഇബ്ലീസിനെ ആരും ഷെയ്ഖാക്കിയിട്ടില്ല. ഷെയ്ഖാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരാണ് കാന്തപുരം വിഭാഗം. അതുകൊണ്ട് ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ ഒരിക്കലും ഷെയ്ഖ് എന്ന് പറയാൻ പോകണ്ട. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിൽ ഷെയ്ഖ് എന്ന് പറയണ്ട. ലോകത്ത് പരസ്യമായിട്ട് ബിദ്അത്തിന്റെ പ്രവർത്തനത്തിനും ഫിത്നയുടെ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ ആള് ആരാണ്? അവൻ ആദ്യമായിട്ട് സുന്നത്ത് ജമാഅത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ബസർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, മുഴുവൻ വിഷയങ്ങളെ കുറിച്ചും വിവരങ്ങൾ നൽകിയല്ലോ. ഈ കാര്യങ്ങളൊക്കെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചതിനു ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായികത്തിനോട് പറഞ്ഞത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനാകുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങളൊന്ന് ബഹുമാനിക്കണം, ഒന്ന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഫിത്നയുടെ നേതാവ് അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ നയപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അല്ലാഹുവേ, നിനക്ക് വേണമെങ്കിൽ എത്ര സുജൂദ് ഞാൻ ചെയ്യാം, നിന്റെ പടപ്പുകൾക്ക് സുജൂദ് ചെയ്യുക. തൗഹീദല്ലേ പറഞ്ഞത്? നിനക്ക് വേണമെങ്കിൽ സുജൂദ് ചെയ്യാം, നിന്റെ പടപ്പുകൾക്ക് സുജൂദ് ചെയ്യില്ല. സുന്നത്ത് ജമാഅത്ത് പ്രകടമായി പുറത്തേക്ക് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരിക്കലും അവർ സുന്നിയാവുകയില്ല. ദിക്ർ പറഞ്ഞു കൊടുത്തു എന്നതിന്റെ പേരിൽ അവർ ഷെയ്ഖാകൂല. ദിക്ർ ഹൽക്ക നടത്തിയതിന്റെ പേരിൽ അവർ ഷെയ്ഖാകൂല. സ്വലാത്ത് കച്ചവടം നടത്തിയതിന്റെ പേരിൽ അവർ ആത്മീയ നായകന്മാരാകില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ സർവ്വ ആത്മീയ നേതാക്കളെയും ധിക്കരിക്കണമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. കുറച്ചൊക്കെ ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി, ഔലിയാനെ സ്നേഹിക്കുന്ന ആളുകളെ പോലും ആകർഷിക്കാൻ വേണ്ടി കാന്തപുരത്തിന് ഏകദേശം അല്പമൊക്കെ ഔലിയാന്റെ ആളുകളെ പരസ്യമായി എതിർക്കണ്ട, സ്വാലിഹീങ്ങളെ പരസ്യമായി എതിർക്കണ്ട എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അതിനു പോലും പൊന്മളക്കാരൻ അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കക്കാട് മുഹമ്മദ് ഫൈദി, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഇൻഷാ അല്ലാഹ് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ കാണണ്ട, കുറച്ച് സമയം ഞങ്ങൾക്ക് ചിലപ്പോൾ ഒഴിവുണ്ട്. ഈ ഒഴിവൊന്ന് കഴിയട്ടെ, അപ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഫൈസിമാർക്ക് വേറെ സമയമാണുള്ളത്, വേറെ ഉണ്ടാക്കാൻ ഇൻഷാ അല്ലാഹ്. എന്താ കക്കാട് ഫൈസിക്ക് കുഴപ്പം? 7 വർഷക്കാലമായി അദ്ദേഹം ഒരു ത്വരീഖത്തിന്റെ ഷെയ്ഖുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ത്വരീഖത്ത് പ്രചരിപ്പിക്കാനോ അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ കുറിച്ച് പഠിച്ചതിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഷെയ്ഖിനെ കുറിച്ചും ഈ ത്വരീഖത്തിനെ കുറിച്ചും ഞാൻ എന്നാണ് അറിയുന്നത്? ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് കക്കാടുമായി സംസാരിക്കുമ്പോഴാണ്. എന്നാൽ എന്റെ മുമ്പേ അറിഞ്ഞ ആളാണല്ലോ കാന്തപുരം. 7 വർഷം മുമ്പ് മർക്കസിന്റെ ചെലവിൽ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം നടത്തുന്ന കാലത്ത് കക്കാട് മുഹമ്മദ് ഫൈസി ഈ ഷെയ്ഖുമായി ബന്ധപ്പെട്ടു. ഇരുന്നു കൊടുക്കുക സാഹിബ്, എല്ലാവരും ഇരുന്നു കൊടുക്കി. അങ്ങനെ കക്കാട് ഫൈസി ബന്ധപ്പെട്ടവയും കാന്തപുരം അറിഞ്ഞിട്ടുണ്ടല്ലോ, വിഘടിത നേതാക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഇത്രയും കാലം എതിർത്തില്ല? പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഷെയ്ത്വാൻ അദ്ദേഹം അറിയാൻ തുടങ്ങിയപ്പോ കാലം കുറച്ചായി പോയി. അദ്ദേഹമാണ് വാശി പിടിച്ചത് ഈ ഒരു ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ആളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്.
എന്നാൽ വിഘടിത വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. മഹാനാകുന്ന ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ലോകത്ത് പഠിപ്പിച്ച ഒരു ആദർശം, ഒരു ആത്മീയതയുണ്ട്. അത് ഔലിയാഇന്റെ പാതയിലൂടെ ത്വരീഖത്തിന്റെ മശായിഖിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് പഠിപ്പിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകാൻ വേണ്ടി മഹാനാകുന്ന ശംസുൽ ഉലമ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മുതലാണ് നിങ്ങൾ പഠിക്കണം. 1948 വരെ ശൈഖുന വെല്ലൂർ ബാത്തിയാത്തിലെ മുദരിസാണ്. 48 വരെ സമസ്തയുടെ കേരളത്തിലെ ചരിത്രത്തിൽ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ബാത്തിയാത്തിലെ മുദരിസാകുന്ന ശംസുൽ ഉലമയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 48 ശേഷം അവിടുന്ന് ബാത്തിയാത്തിൽ